സാംസങ്ങിന്റെ അൾട്രാ സീരീസ് ഒക്കെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, കാരണം ഡിസ്പ്ലേ വരെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഈ കാണുന്നത് എന്റെ ഫ്രണ്ടിന്റെ സാംസങ് S23 Ultra ആണ്. ഞങ്ങൾ ഇതിന്റെ S Pen ഫോണിൽ യൂസ് ചെയ്ത സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നീക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഫിംഗർ വെച്ചിട്ട് ടച്ച് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൺ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് S Pen മുകളിലുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് എയർ ഗസ്റ്റേഴ്സ് വരെ ട്രൈ ചെയ്ത് നോക്കി, അതും വർക്ക് ചെയ്യുന്നില്ല. S Pen ഇഷ്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ S23 Ultra വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. റൈറ്റ് സൈഡിലുള്ളത് എന്റെയും ലെഫ്റ്റ് സൈഡിലുള്ളത് എന്റെ ഫ്രണ്ടിന്റെയാണ്. S Pen ഇഷ്യൂ മാത്രമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ S Pen എടുത്തിട്ട് എന്റെ ഫോണിൽ യൂസ് ചെയ്ത് നോക്കി. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എന്റെ ഫോണിൽ അവന്റെ S Pen വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സൈഡ് ബൈ സൈഡ് രണ്ട് ഫോണിൽ S Pen യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിന്റെ ഫോണിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യാത്തുള്ളൂ. അപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ സെറ്റിംഗ്സ് എടുത്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. രണ്ട് ഫോണിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഫ്രണ്ടിന്റെ 3 ദിവസം മുന്നേ ഫെബ്രുവരി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഇപ്പോഴും ജനുവരി അപ്ഡേറ്റിലാണ് കിടക്കുന്നത്. സർവീസ് സെന്ററിൽ പോയപ്പോൾ അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ റീച്ച് ചെയ്ത് നോക്കാം, എന്നിട്ടും വർക്ക് ചെയ്തില്ലെങ്കിൽ ഡിസ്പ്ലേ മാറ്റണം എന്നാണ്. സോ തൽക്കാലം മാർച്ചിലത്തെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കും ഇതേപോലെ വലിയ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.